പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി യൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കാണാം. ദൈവത്തിൻ്റെ കരുണയാണ് യൽത്താരയിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നമുക്ക് പറയാൻ പങ്കുവയ്ക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. കുടുംബാംഗങ്ങളെ ഓർത്തുള്ള വേദനകൾ, സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഉപരിയായി നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടാകാം. ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ഭിന്നതയുടെയും കലഹത്തിൻ്റെയും യുദ്ധഭീഷണികളുടെയും അസമാധാനത്തിൻ്റെയൊക്കെ അന്തരീക്ഷം കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരിയേറെ വിഷയങ്ങൾ നമ്മളെയും അതിശക്തമായി സ്വാധീനിക്കുന്നുണ്ട്, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഈ ഭാരങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ യൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് നമ്മുടെ ഭാരം കുരിശിലേറ്റെടുത്തവനാണ്. നമ്മുടെ സങ്കടങ്ങൾ കുരിശിലേറ്റെടുത്തവനാണ്. നമ്മുടെ വേദനകളും നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം അവൻ നമുക്ക് വേണ്ടി കുരിശിൽ വഹിച്ച് എടുത്തു മാറ്റിയവനാണ്. ആ കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിൻ്റെ വേദനകളോട്, നിൻ്റെ സങ്കടങ്ങളോട്, ഞങ്ങളുടെ വേദനകളെയും സങ്കടങ്ങളെയും ഈ നിമിഷം ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിന് സമാധാനം വേണം. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വേണം. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഊർജം ഞങ്ങൾക്ക് വേണം, ശക്തി ഞങ്ങൾക്ക് വേണം. അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇരുന്ന് ഈ നിമിഷങ്ങളിൽ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. കർത്താവ് അവരെല്ലാം ഈ യൽത്താരയ്ക്ക് മുമ്പിൽ കൊണ്ടുവരുന്നു. അവരുടേതായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ പ്രാർത്ഥനകളോടും നിയോഗങ്ങളോട് ചേർത്ത് നിന്റെ കാരുണ്യത്തിൻ്റെ കീഴിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഇവർ ചോദിക്കുന്നതല്ല, ഇവർക്ക് ആവശ്യമായതെന്തെന്നറിയുന്നവൻ അങ്ങാണ്. ഇവരുടെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറമായി കർത്താവേ, നിന്റെ ഹിതമെന്താണോ അത് നിന്റെ മുമ്പിൽ യാചനയോടെ നിൽക്കുന്ന ഈ മക്കളിൽ പൂർത്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരുമിച്ച് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 46-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം ഹൃദയത്തിൽ നമ്മൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കേണ്ട വചനമാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. നമ്മുടെ എല്ലാ കഷ്ടതകളിലും കർത്താവ് സുനിശ്ചിതമായ തുണയാണ് എന്നാണ് വചനം പറയുന്നത്. ഇത് തന്നെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ മനസ്സിൻ്റെ ഭാരം എന്താണ്? നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും സ്വകാര്യ നൊമ്പരങ്ങളുടെയൊക്കെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നും നമുക്ക് തുണയായിട്ട് ആരുമില്ല, ദൈവം പോലും എനിക്ക് കൂട്ടിനില്ലല്ലോ എന്നുള്ള ചില ആലോചനകളാണ്. അതിനുപരിയായി വചനം പറയാണ്, സങ്കീർത്തകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. മോനെ, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കഷ്ടതകളിലും കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന്, നിന്റെ സങ്കടങ്ങളിലും ഈശോ കൂടെയുണ്ടെന്ന്, നീ അനുഭവിക്കുന്ന ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളിലും ഈശോ നിന്റെ കൂടെ തന്നെയുണ്ട് എന്നാണ് വചനത്തിലൂടെ പറയുക.
അതുകൊണ്ട് ഈ കഷ്ടതകൾ, ഈശോ നിന്റെ കൂടെയുണ്ടെന്നുള്ള സത്യത്തെ, കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ കരുണ നിന്നെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് ഈ അനുഭവത്തിലും എന്നുള്ള വിശ്വാസമാണ് നിനക്ക് ശക്തി തരുന്നത്. നീ തളർന്നു പോകാതെ, തകർന്നു പോകാതെ നിനക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം തരുന്നത് എൻ്റെ കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട് എന്നുള്ള ഈ വചനത്തിൻ്റെ ശക്തിയാണ്. ഉള്ളുകൊണ്ട് ഏറ്റെടുക്കാൻ, ദൈവമേ, ഈ കഠിന വേദനയുടെ നടുവിൽ, ഈ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്റെ കാരുണ്യം എന്നെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത്, നിന്റെ സ്നേഹം എന്നെ വലയം ചെയ്യുന്നതിനെ ഓർത്ത്, നിന്റെ വലതുകരം എനിക്ക് സംരക്ഷണമായി, തുണയായി, എനിക്ക് മീതെ ഉയർന്നു നിൽക്കുന്നതിനെ ഓർത്ത് ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ്, ഏത് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ, ഏത് ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും വിശ്വസിച്ചേറ്റെടുക്കുവാൻ എന്നെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾ നിങ്ങളുടെ വേദനകളെ സമർപ്പിക്കുക, നിങ്ങളുടെ നൊമ്പരങ്ങളെല്ലാം കൊടുത്തു പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹമാണ്, കരുണയാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. ഈ ഈശോയുടെ സ്നേഹം, ഈ ഈശോയുടെ സാന്നിധ്യം നിറയപ്പെടേണ്ട ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും നീ ഉയർത്തി പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. കർത്താവേ, നിന്റെ സ്നേഹം ചൊരിയണമേ. ഈശോയെ, ഈ അൾത്താരയിൽ നിന്നും നിന്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. മനസ്സ് തളർന്നിരിക്കുന്ന മക്കള്, ജീവിതം തകർന്നിരിക്കുന്ന മക്കള്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവര്, മക്കളെ ഓർത്ത് നിരന്തരം വേദനിച്ചും കണ്ണുനീരൊഴുക്കിയും കഴിയുന്ന മക്കള്, കർത്താവേ, ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നവര്, സാമ്പത്തികമായി തകർന്നു കിടക്കുന്നവര്, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നവര്, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതയുള്ള മക്കള്, കുടുംബം, ബന്ധങ്ങളൊക്കെ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവര്, എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ മക്കളിലേക്ക് നിന്റെ സ്നേഹം ചൊരിയണമേ, നിന്റെ വറ്റാത്ത കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് ഉയരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിക്കുക. ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ ഉയർത്തുക. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 നിന്റെ വലതുകരം നീട്ടി, നിന്റെ ആശ്വസിപ്പിക്കുന്ന കരം നീട്ടി ഈ മക്കളായിരിക്കുന്നിടങ്ങളിൽ ഇവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് ഇവരെ നീ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഇവരുടെ സങ്കടങ്ങളിൽ നിന്നും നീ ഇവരെ ഏറ്റെടുക്കണമേ. നിരാശകളിൽ നിന്നും പ്രത്യാശയിലേക്ക് കൈപിടിച്ച് നടത്തണമേ. ഈശോയെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും പ്രത്യാശയോടെ ജീവിക്കാൻ ഈ മക്കളെ നീ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ആകുലവേളകളിൽ ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആപത്തുനാളുകളിൽ കരങ്ങൾ കൂപ്പി ആഗതനാമരുകിൽ ഈശോയെ ആശ്വസിപ്പിച്ചിടുവാൻ ആമേൻ. തുണയെനിക്കേശുവേ, ഈശോ കൃപയെനിക്കില്ല ഞാൻ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ, ഈശോയെ കുറവിനിക്കില്ല ഞാൻ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. കരങ്ങൾ കൂപ്പി ലോകം മുഴുവനെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ കൂടെ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവർ എത്രയോ വലിയ ഭാരത്തിൻ്റെയും അസ്വസ്ഥതയുടെയും നടുവിലാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈശോയ്ക്കറിയാം. ഈശോയുടെ കരങ്ങളിലേക്ക്
ലോകം മുഴുവൻ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെയും കർത്താവെ, പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവർ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവർ, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവരെല്ലാവരെയും ഈ നിമിഷം ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കാരുണ്യത്തിലേക്ക് കർത്താവെ, നിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയിലേക്ക് എല്ലാവരുടെയും നിയോഗങ്ങളെ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി മുട്ടുകുത്താൻ സാധിക്കുന്നൊരു മുട്ടുമേലായിരുന്ന് ദിവ്യകാരുണ്യീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ആവശ്യമുള്ളവരെ പ്രത്യേകം സമർപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ആർക്കൊക്കെയാണ് പ്രാർത്ഥന ആവശ്യമുള്ളത്. വിശ്വാസം ക്ഷയിച്ചു പോയവർ, ദൈവസ്നേഹത്തിൽ നകന്നു പോയവരെ പ്രത്യേകം നമ്മൾ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും